നിദ്ര പെട്ടെന്ന് രുദ്രൻ്റെ അരികിൽ നിന്ന് മാറി സോഫയിലിരുന്നു. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. സാറയുടെയും രുദ്രൻ്റെയും ആ ഫോട്ടോ അവളെ വല്ലാതെ വേട്ടയാടി. അവരുടെ ഇടയിലേക്ക് വന്ന ഒരു നുഴഞ്ഞുകയറ്റക്കാരിയാണ് താനെന്ന് അവൾക്ക് തോന്നി. പെട്ടെന്നുള്ള നിദ്രയുടെ ഭാവമാറ്റത്തിൽ രുദ്രനാകെ പതറിപ്പോയിരുന്നു. അവൻ്റെ മുഖത്ത് ആശങ്ക നിഴലിച്ചു. അവൻ അവളോടൊപ്പം സോഫയിൽ വന്നിരുന്നു. അവളുടെ ചുമലിൽ കൈവച്ചു. നിദ്ര, പ്ലീസ് കരയരുത്. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർക്കാൻ ശ്രമിച്ചു. നിദ്ര ബലമായി കുതറി അവളുടെ ശരീരം വെട്ടിവിറച്ചു. പക്ഷേ അവൻ വിട്ടില്ല. അവളെ ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുനീർ മെല്ലെ തുടച്ചവൻ ആ അരികിലിരുന്നു. അവൻ്റെ സ്പർശനം അവളുടെ ശരീരത്തിലാകെ ഒരു തരിപ്പുണ്ടാക്കി. ഇപ്പോഴും എപ്പോഴും നിങ്ങൾ അവളുടെ മാത്രമാണ്. എന്നെന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളോട്? ദയവ് ചെയ്ത് ഇങ്ങനെ സ്നേഹം അഭിനയിക്കരുത്. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്നെ ഉപേക്ഷിച്ചേക്ക്. അല്ലെങ്കിലും 1 വർഷത്തെ കോൺട്രാക്റ്റ് കഴിയുമ്പോൾ പോകേണ്ടവളാണല്ലോ ഞാൻ. നിദ്ര വീണ്ടും കരഞ്ഞു. അവളുടെ ആ പദം പറച്ചിൽ അവനാകെ വല്ലായ്മ തോന്നി. വല്ലാത്തൊരു സങ്കടം. ഈ പെണ്ണിൻ്റെ കണ്ണീര് തന്നെ ആകെ വലയ്ക്കുന്നു. വല്ലാത്തൊരലിവ് തോന്നുന്നു അവളോട്. ഇവളുടെ സാന്നിധ്യത്തിൽ സാറേ എന്നല്ല, ഈ ലോകത്ത് തന്നെ മറന്നു പോകുന്നു. നിന്നെ ഉപേക്ഷിക്കാനോ? അതിനാണോ ഞാൻ നിന്നെ കെട്ടിയത്? നോക്ക്, എൻ്റെ ഭൂതകാലം നീ മറന്നേ തീരൂ. നീയാണെൻ്റെ വർത്തമാനം, എൻ്റെ ഭാവി, എല്ലാം. രുദ്രയുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ വന്ന് തറയ്ക്കുന്നത് പോലെ നിദ്രയ്ക്ക് തോന്നി. സുഖമുള്ളൊരു നൊമ്പരം. തൻ്റെ മനസ്സ് അവനെ വിശ്വസിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ഈ സാന്നിധ്യം വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു. അർഹതയില്ല എന്നറിഞ്ഞിട്ടും സ്നേഹിച്ചു പോകുന്നു. ഞാനൊരു പാവമാണ് സർ. ഇതുവരെ സ്നേഹം എന്നത് എനിക്ക് കിട്ടാക്കനിയായിരുന്നു. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. എന്നെ പോലൊരു പെണ്ണിൻ്റെ സങ്കടവും കരച്ചിലുമൊക്കെ നിങ്ങൾക്ക് വെറുമൊരു തമാശയാവാം. അവളുടെ ശബ്ദം ഇടറിപ്പോയി. വീണ്ടും ആ ചുണ്ടുകൾ വിതുമ്പി. അവൻ അവളെ വയറിൽ കൈ ചുറ്റി തന്നോട് അടുപ്പിച്ചു. നിദ്ര കുതറിയെങ്കിലും അവൻ അവളെ വിട്ടില്ല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബനം പതിച്ചു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിദ്ര, നിന്നെ മാത്രം. നിന്നോടത് പറയാൻ എനിക്കാണ് അർഹതയില്ലാത്തത്. പക്ഷേ എനിക്ക് നിന്നെ വേണം. വിട്ടുകളയാൻ പറ്റില്ലെനിക്ക്. അവൻ്റെ പ്രവൃത്തിയും സംസാരത്തിലും നിദ്രയുടെ പ്രതിരോധമെല്ലാം അലിഞ്ഞുപോയി. സ്വയം അറിയാതെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. രുദ്രൻ്റെ കൈകൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ പുറം തടവി. നിദ്രയ്ക്ക് താൻ സ്വർഗത്തിലാണെന്ന് തോന്നി. അതേ സമയത്താണ് ജീൻസിൻ്റെ പോക്കറ്റിലിട്ട രുദ്രൻ്റെ മൊബൈൽ ബെല്ലടിച്ചത്. നിദ്ര പെട്ടെന്ന് സ്ഥലകാലബോധം വന്നതുപോലെ അവനിൽ നിന്ന് പിടഞ്ഞു മാറാൻ തുടങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഏയ്, ഫോണൊക്കെ ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്തോളാം. കുറച്ചു നേരം നമുക്കിങ്ങനെ ഇരിക്കാം. നീ സാറ് ഫോൺ എടുത്തോളൂ, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. നിദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. രുദ്രൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈവിടാതെ തന്നെ ഫോൺ എടുത്ത് സംസാരിച്ചു. ഇന്ന് രാത്രി 7 മണിക്ക് ഹോട്ടൽ ഹിൽ പാലസ് വെച്ച് ഒരു ഗ്രാൻഡ് പാർട്ടിയുണ്ട്. എൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടതാണ്. അത് അറ്റൻഡ് ചെയ്യണം. ഫോൺ വെച്ചതിന് ശേഷം അവൻ നിദ്രയോട് പറഞ്ഞു. അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. സാറ് പോയിട്ട് വാ, ഇപ്പം തന്നെ സമയം 6:30 ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നീയും കൂടി ഉണ്ടാകും. നിദ്ര പകച്ച് രുദ്രനെ നോക്കി. ഞാൻ വരുന്നില്ല സർ. എനിക്ക് അങ്ങനെയുള്ളൊരു കാര്യവും പരിചയമില്ല. ഞാൻ വന്നാൽ ശരിയാകില്ല. നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ. വേഗം ഡ്രസ്സ് മാറ്, സമയമില്ല. രുദ്രൻ കർക്കശമായി പറഞ്ഞു. നിദ്ര നിസ്സഹായതയോടെ അവനെ ഉറ്റുനോക്കി. നിദ്ര മനസ്സോടെയാണ് രുദ്രനോടൊപ്പം പോകാൻ വേണ്ടി തയ്യാറെടുത്തത്. ആദ്യം തന്നെ ഹീറ്റർ ഓൺ ചെയ്ത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുകയാണ് ഉണ്ടായത്. ഒരു യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ എല്ലാ ക്ഷീണവും അവൾക്കുണ്ടായിരുന്നു. ബാഗിൽ നിന്നും ഗായത്രി ദേവിയുടെ ഒപ്പം പോയപ്പോൾ ഷോപ്പ് ചെയ്ത ഒരു നെറ്റിൻ്റെ സാരി നിദ്ര കയ്യിലെടുത്തു. രുദ്രനൊരു സിനിമാ നടനാണെന്ന് നീ മറന്നു പോകരുത്. അവന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാകും കൂടെ. അപ്പോൾ ഈ പട്ടുസാരിയും ചുറ്റി പോകാനൊക്കില്ല. കുറച്ച് സ്റ്റൈലിഷായി തന്നെ ഒരുങ്ങണം കേട്ടല്ലോ. ഗായത്രി ദേവി പറഞ്ഞത് പ്രകാരം എടുത്ത് കുറച്ച് സാരികളായിരുന്നു അവ. പാർട്ടി വെയറുകൾ. നെറ്റിൻ്റെ മെറ്റീരിയലാണെങ്കിലും അവയിൽ വലിയ പൂക്കൾ എംബ്രോയിഡറി ചെയ്ത് പിടിപ്പിച്ചിരുന്നു. ഒരു ആകാശ നീല നിറമുള്ള ഭംഗിയുള്ള സാരി. സ്ലീവ്ലെസ് ആയിരുന്നു അതിൻ്റെ ബ്ലൗസ്. അവൾക്കിപ്പോൾ അതെല്ലാം ഇട്ട് പഴകി ശീലിച്ചു കഴിഞ്ഞു. രുദ്രന് ലൈറ്റ് കളേഴ്സിനോട് വളരെ താല്പര്യമാണെന്നറിഞ്ഞതെടുത്തതാണ്. അതുതന്നെയാണ് നിദ്ര ധരിച്ചത്. സിമ്പിളായിട്ടുള്ള മേക്കപ്പിൽ നിദ്ര മുടി ഒന്നാകെ അഴിച്ചിട്ട് അയൺ ചെയ്തിട്ടു. മുറിയിൽ നിന്നും പുറത്തേക്ക് ചെല്ലുമ്പോൾ രുദ്രൻ അവളെ കാത്ത് പുറത്ത് തന്നെ നിൽപ്പുണ്ട്.
ലൈറ്റ് സ്കൈ ബ്ലൂ നിറമുള്ള ഒരു കോട്ടും സ്യൂട്ടും തന്നെയായിരുന്നു അവൻ്റെ വേഷം. പരസ്പരം കാണാതെ തന്നെ എങ്ങനെയാണ് ഒരുപോലെയുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ തങ്ങൾ ധരിച്ചത് എന്നോർത്ത് അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു നിദ്ര. നിദ്രയെ കണ്ട് രുദ്രൻ്റെ കണ്ണുകളിൽ പൊടുന്നനെ വിടർന്നുപോയി. ഒരു രാജകുമാരിയെ പോലെ സുന്ദരിയാണവൾ എന്നവന് തോന്നിപ്പോയി. ഈ വസ്ത്രം അവൾക്ക് നന്നായി യോജിക്കുന്നു എന്ന് രുദ്രൻ ഓർത്തു. പോകാം, രുദ്രൻ മെല്ലെ ചോദിച്ചു. നിദ്ര തലകുലുക്കിയതും ചിരിയോടെ അവൻ വണ്ടിയെടുത്തു. അവരുടെ വില്ലയിൽ നിന്നും അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉടനെ തന്നെ എത്തി. സ്ഥലമെത്തിയിട്ടും നിദ്ര ഇറങ്ങാതെ കാറിനുള്ളിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെയാണ് ഫംഗ്ഷൻ, വാ ഇറങ്ങിക്കോ. ആ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് നോക്കി വിരൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. നിദ്ര ഭയത്തോടെ അവനെ നോക്കി. ഞാൻ വരണോ? എനിക്കിതൊന്നും ശീലമില്ല. നിദ്രയുടെ കണ്ണുകളിൽ നിന്ന് ആ ഭയം പ്രകടമായിരുന്നു. രുദ്രൻ അലിവോട് അവളെ നോക്കി. പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ, നീ വാ. രുദ്രൻ കാറിന് പുറത്തേക്ക് ഇറങ്ങി നടന്ന് നിദ്രയ്ക്ക് ഡോറ് തുറന്നു കൊടുത്തു. എന്നിട്ട് കൈ അവൾക്ക് നേരെ നീട്ടി. നിദ്ര ഒന്ന് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിറങ്ങി. അവർ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിനകത്തേക്ക് കടന്നതും നിദ്ര കൂടുതൽ അമ്പരന്ന് പോയി. അത്രയ്ക്കും വലിയൊരു പാർട്ടി ആയിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഹാളിൻ്റെ ഒരു വശം മുഴുവനും ബൊഫേ സ്റ്റൈലിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഫുഡ് ഐറ്റംസ് ആയിരുന്നു. അതിൽ നിന്ന് വരെയും നിദ്ര കണ്ടിട്ടില്ലാത്ത പലയിനം വെറൈറ്റീസും ഉണ്ടായിരുന്നു എന്നത് അവളെ അതിശയിപ്പിച്ചു. അതിൻ്റെ തന്നെ തൊട്ടടുത്ത ഭാഗത്ത് ഡെസേർട്ട് സെക്ഷൻ ആയിരുന്നു. മറ്റൊരു വശത്ത് മുഴുവൻ ഡ്രിങ്ക്സ്, വൈനുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ബാർ സെറ്റപ്പ് ആയിരുന്നു. ഒരുപാട് മീഡിയ സ്റ്റേജിന് പുറത്തായി നിരന്നു നിൽക്കുന്നുണ്ട്. നിദ്രയുടെ ഭയം കണക്കിലെടുത്ത് രുദ്രൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചാണ് അകത്തേക്ക് നടന്നത്. ഉള്ളിലേക്ക് കയറിയ പാടെ തന്നെ ഒരുപാട് മീഡിയാസ് അവരെ വന്ന് പൊതിഞ്ഞു. നിദ്ര അതുകൊണ്ടാകെ വിയർത്ത് പോയി. തന്നോട് അവർ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമോ? രുദ്രദേവ് സർ, വിവാഹമൊക്കെ അടിപൊളിയായി കഴിഞ്ഞല്ലോ. വിവാഹം കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ലൈഫ് എങ്ങനെയുണ്ട്? അതിലൊരാൾ മൈക്ക് രുദ്രൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടർഫുൾ. കൂടുതലും എല്ലാ ചോദ്യങ്ങൾക്കും അതുപോലെ ഒരൊറ്റ വാക്കിലോ മറ്റോ രുദ്രൻ മറുപടി ഒതുക്കുകയായിരുന്നു. രുദ്രദേവൻ സാറിനെ ഹോട്ടൽ വെച്ച് പൂട്ടി കുടുക്കി കെട്ടിയതാണ് എന്നൊരു സംസാരം കേൾക്കുന്നുണ്ടല്ലോ മേഡം. അതിനെപ്പറ്റി മേഡത്തിന് എന്താണ് പറയാനുള്ളത്? ഒരു പെൺകുട്ടി സാമാന്യ മര്യാദയുടെ എല്ലാ അതിർവരമ്പുകളും പേടിച്ചുകൊണ്ടാണ് അടുത്ത ചോദ്യം ഉന്നയിച്ചത്. നിദ്ര അത് കേട്ട് ആകെ വിയർത്ത് പോയിരുന്നു. എന്തിനാണ് ഇവർ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് അവൾക്ക് വിഷമം തോന്നി. നിദ്രയുടെ മുഖം വാടിയത് കണ്ടതോടെ രുദ്രൻ്റെ മുഖത്തെ പുഞ്ചിരിയും മാഞ്ഞു. ഇറ്റ്സ് ഇനഫ്, നൺ ഓഫ് യുവർ ബിസിനസ്. രുദ്രൻ അവളെ ആ മീഡിയയുടെ കൂട്ടത്തിനിടയിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുപോകുന്നു. അവളുടെ കണ്ണുകളാകെ നിറഞ്ഞു വരികയായിരുന്നു. ഏയ്, താനിതൊന്നും കാര്യമാക്കണ്ട. അവരുടെയൊന്നും നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലാത്തതാണ്. പിന്നെ അത് അവരുടെ പ്രൊഫഷൻ കൂടെയല്ലേ, വിട്ടുകളഞ്ഞേക്ക്. രുദ്രൻ നിദ്രയെ അവന് നേരെ പിടിച്ചു നിർത്തി പറഞ്ഞപ്പോൾ അവൾക്കെന്തോ വലിയ സമാധാനം തോന്നിപ്പോയി. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയിലും തന്നെ തനിയെയാക്കാൻ അവൻ അനുവദിക്കുന്നില്ലല്ലോ. എപ്പോഴും കൂടെ തന്നെ കാണുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈ മുറുകെ പിടിച്ചിരുന്നു. നിനക്കൊരു ലൈം ജ്യൂസ് എടുത്തിട്ട് വരാം, ഇവിടെ നിൽക്കാമോ? രുദ്രൻ ചോദിച്ചത് കേട്ടപ്പോൾ നിദ്ര വെള്ളെ തലയാട്ടി. അവൻ ചിരിയോടെ അവിടെ നിന്ന് പോയി. പെട്ടെന്ന് അവിടെ ഒറ്റപ്പെട്ടപ്പോൾ അവൾക്ക് വല്ലാതെയായി. എങ്കിലും രുദ്രൻ വേഗം വരുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയതാണ് നിദ്ര. അവളെ തന്നെ തറഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന സാറയെ അപ്പോഴാണ് നിദ്ര കാണുന്നത്. നിദ്രയുടെ കണ്ണുകൾ സാറയിലേക്ക് നീളുന്നത് സാറ വ്യക്തമായി കണ്ടിരുന്നു. പരിഹാസത്തോടെ അവളുടെ ചുണ്ടുകൾ ഒരു പുഞ്ചിരി പൊഴിച്ചു. അവൾക്കരികിൽ അവളുടെ അച്ഛൻ ഡയറക്ടർ ഫിലിപ്പ് തോമസ് നിൽപ്പുണ്ടായിരുന്നു. നിദ്ര നോക്കി നിൽക്കിയ സാറ എന്തോ അവളുടെ പപ്പയോട് ചെവിയിൽ മന്ത്രിക്കുന്നത് അവൾ കണ്ടു. അതിനുശേഷം അയാളെന്ന് നിദ്രയെ നോക്കി തലകുലുക്കിയ ശേഷം രണ്ടുപേരും അവൾക്ക് നേരെ വന്നു. അവരെന്തിനാണ് തന്നെ ലക്ഷ്യമാക്കി വരുന്നത് എന്നറിയാതെ നിദ്ര പകച്ചു പോയിരുന്നു. ഒരാശ്രയത്തിനെന്ന പോലെ നിദ്ര രുദ്രനെ നോക്കുമ്പോൾ കയ്യിലെല്ലാം നിറച്ച ഗ്ലാസുമേന്തി ഏതോ ഡയറക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണവൻ. നിദ്രയ്ക്ക് പെട്ടെന്നൊരു പരവേശം തോന്നുകയും അവൻ്റെ അരികിലേക്ക് ഓടിയെത്താൻ തോന്നുകയുമൊക്കെ ചെയ്തു. പക്ഷേ അവളുടെ കാലുകൾ അവൻ്റെ നേർക്കൊരടി വെക്കും മുന്നേ തന്നെ സാറയും ഫിലിപ്പും അവൾക്കരികിൽ നടന്നെത്തിയിരുന്നു. ഹായ് നിദ്ര, സാറ ഉടൻ അവളോട് പറഞ്ഞു. നിദ്ര തിരിഞ്ഞു നോക്കി അവർക്ക് നേരെ ചിരിച്ചെന്ന് വരുത്തി. ഫിലിപ്പിൻ്റെ മുഖം അപ്പോഴും വലിയ ഗൗരവത്തിലായിരുന്നു. ഹായ്, നിദ്രയും തിരിച്ച് സാറയെ നോക്കി പറഞ്ഞു. വളരെ ദുർബലമായി പോയിരുന്നു അവളുടെ ശബ്ദം. പപ്പ, ഇതാണ് നിദ്ര, മിസ്സസ് രുദ്രദേവി മഹേശ്വർ. ഫിലിപ്പിൻ്റെ മുഖത്ത് നോക്കി സാറ നിദ്രയെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അയാളുടെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിടർന്നു.
പപ്പ അറിയും, ഹോട്ടലിൽ വെച്ച് രുദ്രൻ്റെ കൂടെ പിടിച്ചിട്ട് വലിയ ന്യൂസൊക്കെ ആയിരുന്നില്ലേ, മന്ത്രിയൊക്കെ ഇടപെട്ട എന്നിട്ട് കേസിൽ നിന്ന് മൂരിയത്. സാറ പറയുന്നത് കേട്ടപ്പോൾ നിദ്രയ്ക്ക് വല്ലാതെയായി. അവളാകെ വിളറി വെളുത്തു പോയിരുന്നു. ഞാൻ അറിയാതെ പിന്നെ അവൾ കുറേ നാളെൻ്റെ മോളുടെ പിന്നാലെ ആയിരുന്നില്ലേ. ഈ കേസൊന്ന് വന്നത് പിന്നെ അവൻ്റെ ശല്യമൊന്ന് മാറിയത്. ഏതായാലും നിനക്കതിനൊരു നന്ദിയുണ്ട് കേട്ടോ. ഫിലിപ്പ് പരിഹാസത്തോട് അവളെ നോക്കി പറഞ്ഞു. നിദ്രയുടെ മിഴികൾ വല്ലാതെ നിറഞ്ഞു പോയിരുന്നു. അവളത് താഴേക്ക് ഉതിരാതിരിക്കാൻ പാടുപെടുകയായിരുന്നു. അന്നേരമാണ് രുദ്രൻ അങ്ങോട്ടേക്ക് വന്നത്. നിദ്ര നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നത് കണ്ടതോടെ അവനേത് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി. എന്താ ഫിലിപ്പ് സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാറ കാണുകെ തന്നെ രുദ്രൻ നിദ്രയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. അല്ല, ഞാൻ ഈ കൊച്ചിനോട് പറയുമായിരുന്നു നീ സാറയുടെ പിന്നാലെ ആയിരുന്നെന്ന്. ഇവളെ നിന്റെ കൂടെ ഹോട്ടൽ വെച്ച് പിടിച്ചത് കാരണം എൻ്റെ മകൾ രക്ഷപ്പെട്ടു. ഫിലിപ്പ് അവനോടുള്ള സകല ദേഷ്യവും പുറത്തെടുത്തുകൊണ്ട് പറഞ്ഞു. രുദ്രൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ സാറയെ അതേ ദേഷ്യത്തോടെ നോക്കി. തന്നെക്കുറിച്ച് മോശമായി അവളുടെ പപ്പ സംസാരിക്കുമ്പോഴും അതെല്ലാം കേട്ട് രസിച്ച് നിൽക്കുന്ന സാറയെ കണ്ടപ്പോൾ അവന് വിഷമം തോന്നി. അവൻ നോക്കുന്നു എന്നറിഞ്ഞതോടെ സാറയുടെ മുഖത്തൊരു നിസ്സഹായത ഭാവം വരുത്തി. എന്നിട്ട് സാററിഞ്ഞു മോളിപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതെന്ന്. എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം തങ്ങിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാ ഇങ്ങോട്ടേക്ക് തിരിച്ചത്. അതൊന്നും മോൾ പറഞ്ഞില്ല അല്ലേ? രുദ്രൻ പറഞ്ഞത് കേട്ട് കോപത്തോടെ ഫിലിപ്പ് സാറയെ കത്തുന്ന നോട്ടം നോക്കി. അവളുടെ മുഖം വിളറിപ്പോയിരുന്നു. പറഞ്ഞില്ല അല്ലേ? അതെങ്ങനെ പറയും? മോളുടെ മനസ്സറിയുന്ന പപ്പയാണോ അവൾക്കുള്ളത്? അവളുടെ സന്തോഷം ആഗ്രഹിക്കുന്നൊരു പപ്പയാണോ നിങ്ങൾ? ഇപ്പോൾ അവളുടെ മുന്നിൽ കൊണ്ട് നിർത്തി എന്തേ ഭാര്യയെക്കുറിച്ച് കാണിക്കുന്നത് എന്തുതരം മാനസികാവസ്ഥയാണ്? രുദ്രൻ മുഖത്ത് നോക്കി ചോദിക്കുന്നത് ഇൻഡസ്ട്രിയിലെ വലിയൊരു ഡയറക്ടറോടാണെന്ന കാര്യം അവൻ മറന്നുപോയിരുന്നു. ഫിലിപ്പ് ഒരക്ഷരം പോലും മിണ്ടാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു. അധികം സംസാരിച്ച് വഷളാക്കണ്ട, ഞങ്ങൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞങ്ങ് പൊയ്ക്കോളാം. രുദ്രൻ സ്വരം താഴ്ത്തി പറഞ്ഞ ശേഷം അവളെയും കൂട്ടി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. രുദ്രൻ പെട്ടെന്നൊന്ന് അവർക്ക് നേരെ വീണ്ടും തിരിഞ്ഞു നിന്നു. പിന്നെ ഞങ്ങളെ ഹോട്ടൽ വെച്ച് കുടുക്കിയത് ആരാണെന്നൊക്കെ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കരുതിയിരുന്നു അതാരായാലും പ്രതീക്ഷിക്കാത്ത പണി ഞാൻ തരും, എനിക്ക് കിട്ടിയതിൻ്റെ ഇരട്ടി. രുദ്രൻ വിരൽ ചൂണ്ടി പറഞ്ഞു. ഫിലിപ്പ് വിയർത്തു പോയിരുന്നു. രുദ്രൻ നിദ്രയെയും കൂട്ടി വേദിയിലേക്ക് നടന്നു. അവൻ എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അവനെ ഹോട്ടൽ വെച്ച് കൊടുക്കാൻ മാത്രം തരം താഴ്ന്നവനല്ല ഞാൻ. ഫിലിപ്പ് സാറയോടായി പറഞ്ഞു. ആവോ പപ്പ, എനിക്കൊന്നും അറിയില്ല. സാറ കൈയൊഴിഞ്ഞു. നിദ്ര വേദിയിൽ രുദ്രനോടൊപ്പം തന്നെയായിരുന്നു. അവൾക്ക് നേരെ മീഡിയ തൊടുത്തുവിട്ട ചോദ്യങ്ങളെല്ലാം തന്നെ വിദഗ്ധമായി രുദ്രൻ കൈകാര്യം ചെയ്തു. അവർക്ക് ഹോട്ടൽ വെച്ചുണ്ടായ അപമാനത്തെപ്പറ്റി രുദ്രൻ കൂടുതൽ വ്യക്തമായി അവർക്ക് മുന്നിൽ സംസാരിക്കുകയും ചെയ്തു. അതെല്ലാം കാട്ടുതീ പോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റും പടർന്നു കയറി. ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ വളരെ ക്ഷീണിച്ചാണ് തിരികെ എത്തിയത്. രുദ്രൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിദ്ര അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൻ അവൾക്ക് നേരെ തലചലിച്ചു. എന്താ, എന്തു പറ്റി? വല്ല പ്രശ്നമുണ്ടോ നിദ്ര? രുദ്രൻ ഉത്കണ്ഠയോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ നിദ്ര മുഖം താഴ്ത്തി. താങ്ക്സ്. നിദ്ര മെല്ലെ പറഞ്ഞപ്പോൾ പകപ്പോടെ രുദ്രൻ അവളെ നോക്കി. എന്നെ അവർക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കാതെ രക്ഷിച്ചതിന്. നിദ്ര പറഞ്ഞു. രുദ്രൻ്റെ നെഞ്ചിലൊരു തണുപ്പ് വീണു. മഞ്ഞ് കുടഞ്ഞിട്ട പോലെ ഉള്ളം കുളിർത്തു. രാത്രി ചെന്ന് കയറിയത് മാത്രമേ നിദ്രയ്ക്ക് ഓർമ്മയുള്ളൂ. ഒന്ന് വസ്ത്രം മാറാൻ പോലും നിൽക്കാതെ കിടക്കയിലേക്ക് ചായാനാണ് തോന്നിയത്. ക്ഷീണമായല്ലേ? ഇതൊക്കെ എനിക്ക് ശീലമാണ്. നിദ്രയും ഇനി ഇതൊക്കെ ശീലിക്കേണ്ടി വരുമേ. രുദ്രൻ അവൾക്ക് മുന്നേ കിടക്കയിലേക്ക് ചാഞ്ഞു. നിദ്ര വല്ലാത്ത ക്ഷീണം തോന്നിയെങ്കിലും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. എന്താ അങ്ങനെ നിൽക്കുന്നത്? വന്ന് കിടന്നോ? രുദ്രൻ ക്ഷണിച്ചു. ഞാൻ ഈ സാരിയൊക്കെ ഒന്ന് മാറി വരാം. മടിയുണ്ടെങ്കിലും നിദ്ര പറഞ്ഞു. രുദ്രൻ വസ്ത്രം മാറി ഒരു പൈജാമ എടുത്തണിഞ്ഞിരുന്നു. പോയി മാറിയിട്ട് വന്ന് കിടന്നു. എന്നാലേ കുറച്ചെങ്കിലും ഉറക്കം കിട്ടൂ. നാളെ മുതൽ എനിക്ക് ഷൂട്ട് തുടങ്ങും. രുദ്രൻ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. നിദ്ര തലയാട്ടിക്കൊണ്ട് വേഗം ഒരു നൈറ്റ് ഡ്രസ്സും എടുത്ത് ചെന്ന് സാരി മാറി തിരികെ റൂമിലെത്തി. ചെല്ലുമ്പോൾ രുദ്രൻ കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവനൊപ്പം കിടന്ന് ശീലമായെങ്കിലും പുതിയ വീടായതുകൊണ്ട് അവൾക്ക് പുതിയൊരു മുറി സ്വന്തമായി ചോദിക്കണമെന്നുണ്ടായിരുന്നു. ആ വന്നോ, വാ കിടക്ക്. എന്താലോചിച്ച് നിൽക്കുകയാ? രുദ്രൻ കട്ടിലൊന്ന് ആഞ്ഞെഴുന്നേറ്റിരുന്നു കൊണ്ട് അവളെ വലിച്ച് കിടക്കയിലേക്കിട്ടു. നിദ്രയ്ക്ക് വല്ലാത്ത സങ്കോചം തോന്നി. അവൾ എന്താണ് ആലോചിച്ച് കൂട്ടുന്നതെന്ന് രുദ്രൻ ഒരു പിടുത്തവും ഉണ്ടായിരുന്നില്ല. എന്താ, എന്തെങ്കിലും വിഷമമുണ്ടോ? അമ്മയെ കാണാഞ്ഞിട്ടാണോ? രുദ്രൻ വേവലാതിയോട് ചോദിച്ചു. എനിക്ക് വേറൊരു മുറി വേണം. അതെന്തിനാ? ഇത്രയും നാൾ നമ്മൾ ഒന്നിച്ചല്ലേ കിടന്നിരുന്നത്? രുദ്രൻ അത്ഭുതപ്പെട്ടു.
ആയിരിക്കാം. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നല്ലോ. ആ വീട്ടിൽ മുത്തശ്ശിയും അമ്മയും ഒക്കെ ഇല്ലായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും അല്ലല്ലോ. അവളുടെ പറച്ചിൽ കേട്ട് രുദ്രനാകെ അസ്വസ്ഥനായി. സാറ ഇപ്പോഴും നിങ്ങളുടെ കാമുകിയാണ്. ഞാൻ പേരിനൊരു ഭാര്യയും, അതും 1 വർഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു ഭാര്യ പദവിയും. നിദ്ര തുടർന്നു. സത്യം പറഞ്ഞ ആ പെൺകുട്ടി എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ എനിക്കൊരു വെപ്പാട്ടിയുടെ പദവിയാണ് സ്വയം എന്നെ തോന്നുന്നത്. ആദ്യം ഞാനോ അവളോ എന്ന് നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുക്കൂ. എന്നിട്ടാവും നമ്മുടെ ദാമ്പത്യം തുടങ്ങുന്നത്. നിദ്ര ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. രുദ്രൻ്റെ മുഖം വല്ലാതെയായി. ഒരു മുറിയിൽ ഇതുവരെ കിടന്നിട്ട് ഞാൻ നിന്നെ അനാവശ്യമായി ഒന്നും തൊട്ടിട്ട് പോലും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താണ് ഈ അകൽച്ച? ഇതെൻ്റെ ഒരു സമാധാനത്തെ വേണ്ടിയാണ്, എൻ്റെ അഭിമാനത്തിന്. ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെച്ച 6 മാസം കൊണ്ട് എന്നെ നിങ്ങൾ വേണ്ടാതെയായി തീരില്ലെന്ന് ആര് കണ്ടു? നിദ്ര പരിഹാസം പുച്ഛവും കലർന്ന സ്വരത്തിൽ പറഞ്ഞു. രുദ്രൻ അവളെ തന്നെ കുറേ നേരം നോക്കിയിരുന്നു. നിദ്ര പറയുന്നതിൽ അവൾക്ക് അവളുടേതായ ന്യായങ്ങളുണ്ട്. വേഗം സാറയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണമെന്ന് അവന് തന്നെ തോന്നി തുടങ്ങി. പക്ഷെ എന്ത് വേണമെന്ന് അവന് തന്നെ ഒരു പിടിയുമില്ലായിരുന്നു. ശരി, നിന്റെ ഇഷ്ടം പോലെ. നിനക്ക് മറ്റൊരു മുറി തരാം, വരൂ. അവൻ എഴുന്നേറ്റ് നടന്നപ്പോൾ നിദ്ര പിന്നാലെ ചെന്നു. അവൻ്റെ മുറിക്ക് തൊട്ടരികിൽ തന്നെയുള്ളൊരു മുറിയാണ് അവൾക്ക് കിട്ടിയത്. രാത്രി എന്ത് ബുദ്ധിമുട്ട് വന്നാലും വിളിക്കണം കേട്ടോ, ഞാൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. രുദ്രൻ അരുമയോട് അവളുടെ കവിളിൽ നിന്ന് തലോടിക്കൊണ്ട് അടുത്ത മുറിയിലേക്ക് പോയി. അവൻ സാറയെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു. നിദ്രയെ പോലെയല്ല സാറ. വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും തനിക്കൊപ്പം ഒരേ മുറിയിൽ അല്ലാതെ അവൾ ഉറങ്ങിയിട്ടില്ല. പക്ഷെ നിദ്ര വന്ന അന്ന് മുതൽ തൻ്റെ സ്റ്റാർഡമോ ഒന്നും പരിഗണിക്കാതെ തന്നിൽ നിന്നും എത്രയും അകന്ന് നടക്കാമോ അത്രയും അകലുകയാണ് ചെയ്യുന്നത്. തന്നെ ഒളിച്ചു നടക്കുന്ന പെൺകുട്ടി. അതോർത്തപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. പക്ഷെ അവളില്ലാതെ ഉറക്കം അവൻ അസാധ്യമായി തീർന്നിരുന്നു. തൊടാതെ മാറിക്കിടന്നിരുന്നെങ്കിലും അടുത്തുണ്ടല്ലോ എന്നൊരു ചിന്ത വല്ലാതെ ആശ്വാസം നിറച്ചിരുന്നു. ഇപ്പോൾ 2 മുറികളിലായി അന്യരെ പോലെ.